ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പച്ചമുളക് വെച്ചിട്ട് ഒരു കിഡിലിനായിട്ട് തയ്യാറാക്കാൻ പോകട്ടോ. അപ്പോൾ നമുക്ക് ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ വേറെ കറികളൊന്നും ആവശ്യമില്ല, ഈ ഒരു കിഡിലിനായിട്ട് മതി. ആദ്യം തന്നെ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ പച്ചമുളക് നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് വേഗം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുഴുവനായും കട്ട് ചെയ്യാതെ തന്നെ നമുക്കത് അങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എല്ലാ മുളകൊന്ന് നീട്ടത്തിലൊന്ന് അരിഞ്ഞ് കൊടുക്കാം. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പുട്ടുംകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റി കൊടുക്കാം. ഇപ്പോൾ പുട്ടുംകുറ്റിയിലൊക്കെ ഇട്ടിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വെള്ളം നന്നായി തിളച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആവിയൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ പച്ചമുളക് വെന്തതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് ചോറിനൊന്നും കറികളൊന്നും ഇല്ല തോന്നുകയാണെങ്കിൽ ഇതിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇതിലുണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുള്ളത് തന്നെ, നമുക്ക് പ്രത്യേകിച്ച് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളത് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ ഉലുവ. ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. അരിഞ്ഞ് വെച്ചതായാലും മതി. ഇതിൽ പച്ചമുളക് ഇട്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മുളകിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ മുളക് എരിവ് ആവശ്യമൊന്നുമില്ല, കളറിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി, ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവിയിൽ വേവിച്ച പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് വറ്റണ വരെ നമുക്കിത് വേവിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഉള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ പച്ചമുളകിൻ്റെ കിടക്കാച്ചി ഐറ്റം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണത്തിൽ തന്നെ ഉണ്ടാക്കൂ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.